ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും പറയും ആട്ടപ്പൊടി കൊണ്ട് പൊറോട്ട ഉണ്ടാക്കിയാൽ നന്നാവില്ല എന്ന്. പക്ഷേ എങ്കിൽ ഈ വീഡിയോ കണ്ടാൽ ഉറപ്പാണ് നിങ്ങളെ പൊറോട്ട ഉഷാറായി വരും. അതിനിപ്പോൾ ഞാൻ ഇവിടെ ഒരു ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു 3/4 കിലോ എടുത്തിട്ട് അത് ഇതുപോലെ നല്ലൊരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ഇടുക. പാത്രത്തേക്കാണെങ്കിൽ അങ്ങനെ, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്ലാബുമൊക്കെയാണെങ്കിൽ കൗണ്ടർ ടോപ്പൊക്കെ അങ്ങനെ. എന്നിട്ട് അതിനെ നടുവിലൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുക. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ അതേമാതിരി ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ അത്രയും പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കുക. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കി പിന്നീട് ഈ മാവ് ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് ഒരു നല്ലൊരു സോഫ്റ്റ് ഡോ ആയിട്ട് കുഴച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് ഉരുട്ടിയെല്ലാം എടുക്കുക. ഇതുപോലെ ഇങ്ങനെ നീട്ടി കുഴച്ചെടുക്കണം. അങ്ങനെ വലിച്ച് കുഴക്കുക എന്ന് പറയും. ഇതുപോലെ നല്ല നീട്ടി കുഴച്ചെടുക്കുക. എന്നിട്ട് ഓയിലൊക്കെ തേച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കണ്ടോ, റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നല്ല അടിപൊളി ഡോ ആയി മാറിയാണ്. കണ്ടോ, നല്ല അടിപൊളി. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ അമർത്തി കൊടുത്താണ്ട് ഓരോ ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ എടുക്കുക. അല്ല, ഉള്ളിലേക്ക് ഇങ്ങനെ നല്ലതായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെയുള്ള ബോൾസ് ആക്കി എടുക്കുക. അപ്പോൾ കണ്ടോ, നല്ല രസമാണ് കാണാൻ കേട്ടോ. മേലെ ക്രാക്കൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി ബോൾസായി കിട്ടും. ഇങ്ങനെ എല്ലാതും ചെയ്യാം. ഞാൻ നെയ്യും സൺഫ്ലവറും കൂടെ മിക്സ് ചെയ്തതാണ്. അപ്പോൾ അത് ഒന്നുകൂടെ അതിൻ്റെ മേലേക്ക് ആക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒരു ബോൾ എടുത്തിട്ട് ഇതുപോലെ പരത്തിയെടുക്കുക. നല്ല നൈസായിട്ട് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ അടിയിൽ എണ്ണ തേക്കണം. അതിന് ശേഷമാണ് ഇതിങ്ങനെ പരത്തിയെടുക്കേണ്ടത് കേട്ടോ. എണ്ണ തേക്കാൻ ഒട്ടിപ്പിടിച്ചിട്ട് പിന്നെ ഇങ്ങനെ കീറി പോരും. അപ്പോൾ അതുപോലെ ചെയ്യരുത്. ഇതുപോലെ എണ്ണയൊക്കെ തേച്ചിട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് അതെടുത്തിട്ട് നമ്മൾ റോൾ ചെയ്യൂലേ, അതുപോലെ അതിൽ പൊറോട്ടയൊക്കെ റോൾ ചെയ്യുന്ന പോലെ ഈ ഒരു പൊറോട്ടേൻ്റെതും അതുപോലെ റോൾ ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഒന്ന് ഓയിൽ തേച്ചാണ്ട് ഒരു പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് അങ്ങനെ എടുത്ത് വെക്കുക. എന്നിട്ട് ആവശ്യത്തിന് നമ്മൾ ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഒന്നെടുത്താണ്ട് ഇതേമാതിരി നമ്മുടെ കൈയിൻ്റെ തള്ളവിരലിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അവിടെ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് റൗണ്ട് ചെയ്ത് വരിക കേട്ടോ. അല്ലാതെ പരത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ചെയ്തിട്ട് നല്ല ചൂടായിട്ടുള്ള തവയ്ക്ക് ഇട്ട് കൊടുക്കുക. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യുക. തീ കുറച്ചേക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ തവയ്ക്ക് കൊടുത്ത് ഒരു 4 സെക്കൻഡ് 5 സെക്കൻഡ് കഴിഞ്ഞ പാട് അതിലേക്ക് കുറച്ച് ഓയിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് ആ ഭാഗവും അതുപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്യുക. ഇതിൻ്റെ പൊറോട്ട എന്ന് പറയുമ്പോൾ തന്നെ ഓയിലാണ്. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഓയിൽ ഉണ്ടാകുമ്പോൾ നന്നായിട്ട് കുഴഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഓയിൽ കുറയുമ്പോൾ പെട്ടെന്ന് മുറിഞ്ഞ് പോരും. ഇതാണ്ടോ, ഇതുപോലെയാവും. ഒരുപാട് എണ്ണം വെച്ചിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ ഇതുപോലെ മുറിഞ്ഞു പോരില്ല കേട്ടോ. അതുകൊണ്ട് ലെയറൊക്കെ നല്ല വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തതും അതുപോലെ തന്നെ പരത്തിയെടുത്തിട്ട് ചുട്ടെടുക്കുക. ഞാൻ രണ്ട് തവ വെച്ചിട്ട് ചുട്ടെടുത്തു കേട്ടോ. അപ്പോൾ എനിക്ക് ഒറ്റയടിക്ക് 4 5 അടിക്കാൻ പറ്റി. ഇതുണ്ടോ, അടിച്ച് ഇതുപോലെ അട്ടിക്ക് വെച്ചിട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കുക കേട്ടോ. നമ്മുടെ ലെയേഴ്സൊക്കെ ഒന്ന് വിട്ട് വരികയും ചെയ്യും. പക്ഷേ അത് മുറിഞ്ഞു പോവില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യുക കേട്ടോ. നല്ല റിസൾട്ടായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.